ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആദീസ് ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ വെണ്ടക്ക തോരൻ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പണ്ട് കാർന്നോന്മാർ പറഞ്ഞു തന്നൊരു ട്രിക്ക് ഉപയോഗിക്കാം. ഇവിടെ വേറൊന്നല്ല, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇടാം. ഞാനിവിടെ മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം പച്ചമുളക് ഞാനിവിടെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും യൂസ് ചെയ്യാം. പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് ഒരു കപ്പ് നാളികേരം ചിരകിയത് ഇടാം. നാളികേരം ഇടുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് ഈ നാളികേരം കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളികേരം ഇട്ടിട്ട് ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്കായ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സായെന്ന് തോന്നിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽക്കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചിട്ട് തീ കുറച്ച് വേവിക്കാൻ വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ വെണ്ടക്കായ അടി പിടിച്ച് കരിഞ്ഞു പോവും. കുറച്ച് വേവാകുമ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പൊക്കെ കറക്റ്റ് അല്ലേന്ന് നോക്കുക. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ വെണ്ടക്കത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ നമുക്ക് കഴിക്കാം. എനിക്കിതിഷ്ടം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. താങ്ക്